ഫ്ലവേഴ്സ് ടിവിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൽ മഹാലക്ഷ്മിയെ കാണാനായി പോകുന്ന അമ്മയെ പ്രതാപൻ അയാളുടെ അമ്മയുടെ ഒത്താശയോടെ തല്ലുന്നു. ഇനി ഇവിടെ നിന്നും ഒരിടത്തേക്കും അവരുടെ സമ്മതമില്ലാതെ പോകരുതെന്നും പറയുന്നു. മുഖത്ത് നീരുമായി മഹാലക്ഷ്മിയുടെ അമ്മ അമ്പലത്തിലിരിക്കുന്നത് മഹാലക്ഷ്മിയും ലേഖയും കാണുന്നു. പ്രതാപൻ തല്ലിയതാണെന്നറിഞ്ഞ മഹാലക്ഷ്മി കണ്ണനും അനന്തവുമായി ആലോചിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. പ്രതാപനെയും അമ്മയെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ഇതറിഞ്ഞ പ്രതാപന്റെ മകൾ കരുണ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. മഹാലക്ഷ്മിയും അമ്മയും കേസിലായി എന്ന് എഴുതി കൊടുക്കാതെ അവരെ വിട്ടയക്കില്ലെന്നും കേസ് കോടതിയിലെത്തിയാൽ സ്ത്രീപീഡനമായതുകൊണ്ട് ഞാനും അമ്മയും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും അയാൾ മകളോട് പറയുന്നു. ഇതറിഞ്ഞ കരുണ അവളുടെ അഹങ്കാര സ്വഭാവം കൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ തേടി അനന്തുവിന്റെ വീട്ടിലെത്തുന്നു. എന്നിട്ട് മഹാലക്ഷ്മിയോട് വഴക്കിടുന്നു. അനന്തുവിന്റെ കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ളതെന്നും അവൾ പറയുന്നു. ഇത് കേട്ട ലേഖ കരുണയോട് ചോദിക്കുന്നു, നിന്റെ ഇല്ലാതായ കുഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെതല്ലായിരുന്നോ എന്ന്. അതേ സമയത്ത് കണ്ണൻ അവിടെ ഉണ്ടായിരുന്നു. കണ്ണനെ കരുണ കാണുന്നതിന് മുൻപ് തന്നെ കണ്ണൻ കാറിൽ ഒളിച്ചിരുന്നു. മഹാലക്ഷ്മിയുടെ അമ്മയെ കണ്ട് അവൾ യാചിക്കുന്നു. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന് തന്നെയാണല്ലോ. കരുണയുടെ അമ്മ തന്നെയാണല്ലോ മോഹിനി. അമ്മയെ തല്ലിയതിന് അച്ഛനെയും മുത്തശ്ശിയെയും പോലീസുകാർ തല്ലിയെന്നും അതുകൊണ്ട് കേസ് പിൻവലിക്കണമെന്നും അവൾ പറയുന്നു. അമ്മയെ പ്രതാപനോ അയാളുടെ അമ്മയോ ഇനി മുതൽ തല്ലരുതെന്ന നിബന്ധനയിൽ മുദ്ര പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം പോലീസ് അവരെ വിട്ടയച്ചു. അവർക്കെതിരെ കേസ് കൊടുത്ത മഹാലക്ഷ്മിയെയും അമ്മയെയും വെറുതെ വിടില്ലെന്ന് വീണ്ടും പ്രതാപനും അമ്മയും പറയുന്നു. ഇനി മുതൽ മഹാലക്ഷ്മിയെയും അമ്മയെയും ഉപദ്രവിക്കില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ സൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ട് മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വീണ്ടും പ്രതാപൻ പദ്ധതിയിടുന്നു. ഞാൻ ആണാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ വകവരുത്തുമെന്ന് പ്രതാപൻ അയാളുടെ അമ്മയ്ക്കും മകൾക്കും ഉറപ്പ് കൊടുക്കുന്നു. കണ്ണനെ കൊല്ലാൻ നോക്കിയ മേഘനാഥൻ ജീവച്ഛവമായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ആരും സഹായമില്ലാത്ത പ്രതാപൻ ഇനി മറ്റാർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാകും പദ്ധതി. കണ്ണനും മഹാലക്ഷ്മിയും ശത്രുക്കളായി അഭിനയിക്കുന്നതുകൊണ്ട് കണ്ണനെ ശത്രുക്കൾ മഹാലക്ഷ്മിയെ എന്ത് ചെയ്താലും അറിയിക്കും. അതുകൊണ്ടാണ് പലതിൽ നിന്നും മഹാലക്ഷ്മിയും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും രക്ഷപ്പെടുന്നത്. കണ്ണനോട് രണ്ടാനമ്മ പറയുന്നു എത്രയും വേഗം മഹാലക്ഷ്മിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന്. എന്നിട്ട് മേഘനാഥന്റെ സഹോദരി വിവാഹം കഴിക്കണം. ഉടനെ മഹാലക്ഷ്മിയെ ഡിവോഴ്സ് ചെയ്യാൻ കഴിയില്ലെന്നും കുഞ്ഞ് ജനിച്ചതിന് ശേഷമേ അതിനെ കഴിയൂ എന്നും കണ്ണൻ പറയുന്നു. മഹാലക്ഷ്മി പ്രസവിക്കുന്നത് വരെ കണ്ണൻ അവരോട് പല തടസ്സങ്ങളും പറഞ്ഞ് തള്ളി നീക്കും. മേഘനാഥൻ സംസാരിച്ചില്ലെങ്കിലും അവൻ അയച്ച ഗുണ്ടകൾ മുഖാന്തരം പ്രതാപൻ കണ്ണൻ നടന്ന വിവരം അറിയാനിടയുണ്ട്. അങ്ങനെ വന്നാൽ മേഘനാഥനെ കണ്ണന്റെ അറിവോടെയാണ് മാർക്കോ ഉപദ്രവിച്ചതെന്നും പ്രതാപൻ മനസ്സിലാക്കും. കണ്ണൻ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ നാടകവുമായി മുന്നോട്ടു പോകുന്നത്. എപ്പോഴെങ്കിലും കണ്ണൻ അവിടെ ഉള്ള സമയത്താണ് സത്യങ്ങൾ ശത്രുക്കൾ മനസ്സിലാക്കുന്നതെങ്കിൽ കണ്ണനെ ഏതു വിധേനയും കൊല്ലാൻ രണ്ടാനമ്മയും പ്രതാപനും തയ്യാറാകും. കണ്ണനും മഹാലക്ഷ്മിക്കും ഒരാപത്തും വരില്ലെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ശത്രുക്കളുടെ വിഷപ്രയോഗങ്ങളൊന്നും നടക്കുന്നില്ല. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.